സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 63-ാമത്തെ ശ്ലോകം. ളത്വം ഭവിച്ചിതുലകാരത്തിനപ്പരിചുതത്വം നിനക്കിലൊരു ജീവത്വമുണ്ടു തവ. കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ജയ നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ലകാരം ചിലപ്പോൾ ളകാരമായി ഉച്ചരിക്കാറും എഴുതാറുമുണ്ട്. പരമാത്മാവായ അങ്ങേക്ക് ജീവാത്മഭാവം വന്നത് അതുപോലെയേ ഉള്ളൂ. 5 തിരിയിട്ട് കത്തുന്ന നിലവിളക്കെന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന നാഥ, അവിടുന്ന് ജയിച്ചാലും നിന്തിരുവതിക്ക് നമസ്കാരം. ലകാരം ളകാരമായി മാറുന്ന സമ്പ്രദായം സംസ്കൃതത്തിൽ കാണാം. ലളയോരഭേദ എന്ന വ്യാകരണ സൂത്രം. രണ്ടായാലും ഒന്ന് തന്നെ. അതുപോലെയാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം. മായയുടെ പ്രഭാവത്താൽ പരമാത്മഭാവം മറഞ്ഞു പോകുന്നു എന്ന് മാത്രം. എല്ലാ ജീവിയുടെ ഉള്ളിലും പരമാത്മാവ് നിലവിളക്കെന്ന പോലെ പ്രകാശിക്കുന്നുണ്ട്. മായയുടെ ആവരണ ശക്തി കൊണ്ട് അത് മറയ്ക്കപ്പെടുന്നു എന്ന് മാത്രം. വിളക്കിൻ്റെ ചില്ലിൽ പുക പിടിച്ച് പ്രകാശം പുറമേക്ക് കാണാതാവുന്നു. ആ ചില്ല് നല്ലോണം കഴുകി വൃത്തിയാക്കിയാൽ പ്രകാശം പുറത്തേക്ക് വ്യക്തമായി കാണപ്പെടുന്നു. അതുപോലെ മായയാകുന്ന അജ്ഞാനത്തിൻ്റെ മറ നീങ്ങിയാൽ ജ്ഞാനം പ്രകാശിക്കും. ഹരേ നാരായണ, അവിടുന്ന് ഉള്ളിൽ നല്ലവണ്ണം പ്രകാശിക്കണേ. നാരായണനായിക്കൊണ്ട് നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ. ജയ് ഗുരുജി.